ഏതായാലും ഞങ്ങൾ തുടക്കം തന്നെ പറഞ്ഞാണ്, ഞങ്ങൾക്ക് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. പക്ഷെ അവർക്ക് നല്ല പരിമിതിയുണ്ട്. കാരണം സത്യസന്ധമായിട്ട് അന്വേഷിച്ചാൽ തന്നെ അവർക്ക് അവരുടെ ഭാവി അവതാളത്തിലാവുന്നുള്ള ഭയമുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ കോപത്തിന് പാത്രമാവുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ രണ്ടുപേരിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ നോക്കുന്നത്. ഞങ്ങളത് ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ ഇക്കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ നയം. അതനുസരിച്ച് ഞങ്ങളിത് ഇന്നിപ്പോൾ വിജിലൻസ് കോടതിയുടെ ഇത് വന്നിട്ടുണ്ട്. ഏതായാലും സർക്കാരിൻ്റെ തുടർ നടപടികൾ പരിശോധിച്ച് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള സമരം പാർട്ടി മുന്നണിയും നടത്തും. ഇത് സ്വർണം കട്ടവരെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ആ പാട്ടിൽ ഒരിക്കലും ദൈവനിന്ദയില്ല. പോറ്റിയെ കയറ്റി സ്വർണം കെട്ടു എന്നാണ് പറഞ്ഞത്. അതിനെയാണല്ലോ ഉണ്ടായത്. അതല്ലാതെ അത് മുമ്പ് കെ കരുണാകരനെ കുറിച്ചിട്ട് പാടിയപ്പോൾ പാട്ട് വികലായിരുന്നില്ലല്ലോ. അന്നുണ്ടായിരുന്നല്ലോ. അന്ന് കലാവാൻ മണീനെ കൊണ്ട് പാടിച്ചു. പക്ഷേ കെ കരുണാകരൻ ആസ്വദിച്ചു. അദ്ദേഹം അതൊക്കെ ആസ്വദിക്കുന്ന ആളാണ്, വിമർശനം ആസ്വദിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ അവർക്ക് അതിന് കഴിയുന്നില്ല. അതാണ് കുഴപ്പം. ഏതായാലും എന്തുകൊണ്ടാണ് സർക്കാർ പിന്മാറാൻ തീരുമാനിച്ച്? കാരണം മറ്റേ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എന്ന് ബോധ്യമായിരുന്നു. ഏതാ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് സ്റ്റക്കായി നിൽക്കുന്നത്. ഞങ്ങളിത് ആദ്യം സൂചിപ്പിച്ചാണ്, ഞങ്ങൾ ആ ടീമിലെ അംഗങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അവർക്ക് പരിമിതിയുണ്ട്. കാരണം സത്യസന്ധമായവർ പ്രവർത്തിച്ചാൽ അവർക്ക് മുഖ്യമന്ത്രിയുടെ മറ്റേ ചുവന്ന വര വരയ്ക്കും. അങ്ങനെയാണല്ലോ മുൻപ് ഉണ്ടായിരുന്നത്. ഏതാ ആരന്വേഷിച്ചാലും കോടതിയുടെ മേൽനോട്ടമാണ്. ഇത് ED അന്വേഷിക്കണമെന്ന് പറയാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് അന്തർദേശീയ ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ SIT കൊണ്ട് നടക്കില്ല. അപ്പോൾ അതിനെ ആ സ്പിരിറ്റിലെടുക്കുക. ഞാൻ പറയുന്നത് മടിശീലയിൽ കനവില്ലെങ്കിൽ കള്ളനെ പേടിക്കുന്നതിനാ. ഏത് അന്വേഷണം നടക്കട്ടെ, പക്ഷേ കോടതിയുടെ മേൽനോട്ടം ഉണ്ടാവണം. അല്ലാതെ ഒരു അന്വേഷണ ഏജൻസിയോട് ഞങ്ങൾക്ക് വിരോധവുമില്ല, എന്നാൽ വിശ്വാസവുമില്ല. അതുകൊണ്ട് കോടതി മേൽനോട്ടം വഹിക്കട്ടെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രസിഡൻറ്റ് മാത്രമായിട്ട് ചെയ്യുമോ? കൂട്ടുത്തരവാദിത്വം ഇല്ലേ? ഒരു ക്യാബിനറ്റിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെ പരാതി വന്നാൽ ആ ക്യാബിനറ്റിന് കൂട്ടുത്തരവാദിത്വമുണ്ട്. അതുപോലെയാണ് ദേവസ്വം ബോർഡിലും. ഞാൻ പത്മകുമാർ സ്വന്തമായിട്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ഈ കടുങ്കൈ ചെയ്തു. അത് പാർട്ടി പറഞ്ഞ പോലെ അത് അനുസരിച്ചു. അവസാനം കുറ്റം കണ്ടുപിടിച്ചപ്പോൾ പാർട്ടി കൈയൊഴിച്ചു. അങ്ങനെയല്ല, പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം തെറ്റ് ചെയ്തു. ഇല്ല, ജനവിധി ഞങ്ങൾ അട്ടിമറിക്കാനില്ല. ഇപ്പോൾ ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് കൂടെ ജനവിധി അട്ടിമറിച്ചിട്ടില്ല. ജനങ്ങൾ LDFനെതിരായിരുന്നു. എന്നാൽ ഞങ്ങളെ ഭരണം ഏൽപ്പിച്ചിട്ടുമില്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ക്രിയാത്മക പ്രതിപക്ഷമായിട്ടിരിക്കാനാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കും. അല്ല, ജനങ്ങൾ പറഞ്ഞത് പകരം ബദലായിട്ട് ഒരു BJPനെയാണ് കണ്ടത്. ഞാൻ ഒരു കാര്യം പറയാം, അവർ ഭരിച്ചാൽ എത്ര വരെ ഭരിക്കുന്നു ഞങ്ങൾക്കറിയാം. നേരെ മറിച്ച് ഭരിക്കാൻ സമ്മതിക്കാതിരുന്നാൽ അതിൻ്റെ കുറ്റം മുഴുവൻ ഞങ്ങളുടെ തലയിൽ വയ്ക്കും. ഇപ്പോൾ സുരേഷ് ഗോപി MP ആയിട്ട് വന്നതുകൊണ്ടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾ ജയിച്ചത്. അതുകൊണ്ട് ഇത് 6 മാസം കൊണ്ട് തന്നെ ഇത് എന്താ പറയേണ്ടത്, എല്ലാം മിഥ്യയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടുത്തുക, അതാണല്ലോ. അതായത് CPMന് ബദലല്ല BJP, CPMന് ബദൽ UDF ആണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം തന്നെ ഈ BJP വലിയ മുന്നേറ്റം ഉണ്ടായതെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഉണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ജയിക്കണ്ടേ? ഈ കേരളത്തിൽ ഇത്രയും ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിട്ട് ഒന്നായി ജയിച്ചതാകെ. അതിൻ്റെ അർത്ഥം എന്താ? കോർപ്പറേഷനിലെ പ്രത്യേക സാഹചര്യം കാരണം കൊളാക്കിയപ്പോൾ അതിൻ്റെ കുറച്ച് ആനുകൂല്യം കിട്ടി. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത 12 കോവളത്ത് ബൈ ഇലക്ഷൻ ഉണ്ട്. അവിടെ ഞങ്ങൾ ജയിക്കും. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കും.